ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ശരണ്യാസ് ലെക്ചർ റൂം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് Mcomൻ്റെ ഫസ്റ്റ് സെമസ്റ്ററിലുള്ള അഡ്വാൻസ്ഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നൊരു സബ്ജക്റ്റാണ്. ഇതിൻ്റെ 3rd ചാപ്റ്ററാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കവർ ചെയ്യാൻ പോകുന്നത്. അഡ്വാൻസ്ഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മുൻപിലെ 2 ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം വീഡിയോനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് സെക്ഷനിൽ വന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ 3rd ചാപ്റ്റർ എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക് ആൻഡ് അൺസർട്ടൈനിറ്റി എന്നുള്ളതാണ്. അതായത് ഒരു റിസ്ക്കും അൺസർട്ടൈനിറ്റിയും നിറഞ്ഞൊരു വേൾഡിൽ എങ്ങനെയാണ് മാനേജേഴ്സ് ഡിസിഷൻ എടുക്കുന്നത്. ഒരു ബിസിനസ്സിൽ ഒരുപാട് റിസ്ക് ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ അൺസർട്ടൈൻ ആയിരിക്കും, നമുക്കറിയില്ല ഫ്യൂച്ചറിൽ എന്ത് നടക്കുമെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഡിസിഷൻസ് എടുക്കേണ്ടതെന്നാണ് നമ്മൾ ഇതിലൂടെ പഠിക്കാൻ പോകുന്നത്. തിയറിയും പ്രോബ്ലവും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അതിൽ കുറേ തിയറീസ് വരുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും പഠിക്കണം. അതുപോലെ തന്നെ പ്രോബ്ലംസും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ രണ്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും പഠിക്കാൻ ശ്രമിക്കുക. ആദ്യം നമുക്ക് റിസ്ക് എന്നാൽ എന്താണെന്ന് നോക്കാം. ഈ ചാപ്റ്ററിൽ നിന്ന് ഇപ്പോൾ ടൈപ്സ് ഓഫ് റിസ്ക് ചോദിക്കുകയാണെങ്കിലും ടെക്നിക്സ് ചോദിക്കുകയാണെങ്കിലും നമുക്ക് ഫസ്റ്റ് റിസ്ക് എന്താണെന്ന് എഴുതിക്കൊണ്ട് തുടങ്ങാം. അപ്പോൾ റിസ്ക് എന്താണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക. റിസ്ക് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ റിസ്ക് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ലോസ് വരാനുള്ള ചാൻസിനെയാണ് നമ്മൾ പൊതുവേ റിസ്ക് എന്ന് പറയാനുള്ളത്, അല്ലേ? ഈ റിസ്ക് എന്ന വേർഡ് വന്നിരിക്കുന്നത് റെസ്ക്യൂം എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, റിസ്ക് റെഫേഴ്സ് ടു ദ ചാൻസ് ദാറ്റ് സം അൺഫേവറബിൾ ഇവൻറ്റ് വിൽ ഒക്കർ. നമുക്ക് അൺഫേവറബിൾ ആയിട്ടുള്ള, നമുക്ക് തീരെ അനുയോജ്യമല്ലാത്ത ഇവൻറ്റ് സംഭവിക്കാനുള്ള ചാൻസിനെയാണ് നമ്മൾ റിസ്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ബിസിനസ്സിലാണെങ്കിൽ ലോസ് വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ സെയിൽസ് കുറയുന്നു, കോമ്പറ്റീഷൻ കൂടുന്നു, ഇതൊക്കെ എന്താണ്? നമുക്ക് വരുന്ന റിസ്ക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇവൻറ്റ്സിനെയാണ് നമ്മൾ റിസ്ക് എന്ന് പറയുന്നത്. റിസ്ക് ജനറലി മീൻസ് പോസിബിലിറ്റി ഓഫ് ലോസ്. അത് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് പറയുന്നത്. ലോസ് വരാനുള്ള ചാൻസിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു പോസിബിലിറ്റിനെയാണ് നമ്മൾ റിസ്ക് എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു ഡെഫിനിഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു റോമൻ, റിസ്ക് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ ടു അക്കംപ്ലിഷ് ആൻ ഒബ്ജക്റ്റീവ്. നമ്മളൊരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ലക്ഷ്യം നമ്മൾ നേടാൻ ശ്രമിക്കുമ്പോൾ അത് ഫെയിലിയർ ആയി പോകാനുള്ള, അല്ലെങ്കിൽ നടക്കാതിരിക്കാനുള്ള പ്രോബബിലിറ്റി അല്ലെങ്കിൽ ചാൻസ് എത്രയാണോ അതിനെയാണ് നമ്മൾ റിസ്ക് എന്ന് പറയുക, അല്ലേ? ഇപ്പോൾ റിസ്ക് എന്താണെന്നൊരു ചെറിയൊരു പാരഗ്രാഫ് അല്ലെങ്കിൽ 3 or 4 സെൻറ്റൻസ് എഴുതാനുള്ളത് എന്തായാലും പഠിച്ച് വെക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ള ടോപ്പിക്സിലേക്ക് കിടക്കാം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് റിസ്ക് ആണ്. മെയിൻലി 2 ടൈപ്സ് ഓഫ് റിസ്ക് ആണുള്ളത്: സിസ്റ്റമാറ്റിക് റിസ്ക് ആൻഡ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്. നമുക്ക് ഫസ്റ്റ് വൺ സിസ്റ്റമാറ്റിക് റിസ്ക് എന്താണെന്ന് നോക്കാം. ഓരോ കമ്പനി എന്ന് പറയുന്നത് നമ്മളുടെ എക്കണോമിയുടെ ഒരു പാർട്ടാണല്ലേ. നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്. അതുകൊണ്ട് നമ്മളുടെ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, നമ്മുടെ എക്കണോമിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, പൊളിറ്റിക്കൽ ചേഞ്ചസ്, സോഷ്യൽ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, ഇതെല്ലാം നമ്മുടെ കമ്പനീസിനെ നന്നായി അഫക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. കാരണം ഈ ഒരു കമ്പനി എക്സിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ഒരു എക്കണോമിയിലാണ്. അതായത് നമ്മളുടെ എക്കണോമിയിൽ ഉണ്ടാകുന്ന ഇൻസ്റ്റെബിലിറ്റി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റിയൊക്കെ ഓരോ ഇൻഡസ്ട്രീസിനെയും കമ്പനീസിനെയും അഫക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതായത് അഡ്വേഴ്സ് എഫക്റ്റ് തന്നെയാണ് ഓരോ കമ്പനീസിലും ഉണ്ടാക്കുക ഈ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിസഷൻ ഉണ്ടാകുമ്പോൾ അതെന്താണ്? നമ്മുടെ ബിസിനസ്സിനെയൊക്കെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യില്ലേ? റിസഷൻ പീരീഡിൽ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ഡിക്ലൈൻ ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട് റിസഷൻ പീരീഡിൽ. അതായത് സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത് നമ്മുടെ എൻറ്റയർ മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മുടെ ഒരു എക്കണോമി എന്ന് പറയുന്നത് റിസഷൻ പീരീഡിലേക്ക് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കമ്പനിയുടെ പ്രോഫിറ്റൊക്കെ കുറയാനുള്ള ചാൻസ് ഉണ്ട്. കാരണം സ്റ്റോക്കിൻ്റെ പ്രൈസ് കുറയും, അവിടെ കമ്പനിയുടെ പ്രോഫിറ്റ് കുറയും, അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു വേരിയബിലിറ്റി, ആ ഒരു ചേഞ്ച് വരുന്നത് കൊണ്ട് നമ്മളുടെ കമ്പനിയിൽ ഉണ്ടാകുന്ന റിസ്ക്കാണ് സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ കമ്പനിയുടെ പുറത്തുള്ള ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കാരണം ഉണ്ടാകുന്ന റിസ്ക്കാണ് സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. ഈ ഒരു സിസ്റ്റമാറ്റിക് റിസ്കിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. അൺകൺട്രോളബിൾ റിസ്ക്കാണ് സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതിന് അണ്ടറിൽ വരുന്നത് 2 ടൈപ്സ് ഓഫ് റിസ്ക് ആണ്: മാർക്കറ്റ് റിസ്ക് ആൻഡ് പർച്ചേസിംഗ് പവർ റിസ്ക്. ഈ 2 റിസ്കിനെയും നമ്മൾ സിസ്റ്റമാറ്റിക് റിസ്ക് എന്നാണ് പറയുന്നത്. മാർക്കറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസിൻ്റെയൊക്കെ പ്രൈസ്, മാർക്കറ്റ് പ്രൈസ് എന്താണ്? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കില്ല. എപ്പോഴും അത് ഫിക്സഡ് ആയിരിക്കണം എന്നില്ല. കുറഞ്ഞ ടൈമിനുള്ളിൽ തന്നെ ഓരോ സെക്യൂരിറ്റീസിൻ്റെയും പ്രൈസിൽ ചേഞ്ചസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്തായിരിക്കും? അതിൽ നിന്നുള്ള റിട്ടേണിലും ചേഞ്ച് വരും എന്നാണ് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്നത്. അതായത് ഒരു സെക്യൂരിറ്റിയുടെ മാർക്കറ്റ് പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കാരണം അതിൻ്റെ റിട്ടേണിലും എഫക്റ്റ് ഉണ്ടാകുന്നു, റിട്ടേൺ കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഇതിനെയാണ് നമ്മൾ മാർക്കറ്റ് റിസ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിംപ്ലി പറയുകയാണെങ്കിൽ മാർക്കറ്റ് റിസ്ക് റെഫേഴ്സ് ടു ദ വേരിയബിലിറ്റി ഇൻ റിട്ടേൺ ഡ്യൂ ടു ചേഞ്ച് ഇൻ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ അസറ്റ്. നമ്മുടെ അസറ്റിൻ്റെയോ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയോ മാർക്കറ്റ് പ്രൈസിൽ വരുന്ന ചേഞ്ച് കാരണം നമ്മുടെ റിട്ടേണിൽ ഉണ്ടാകുന്ന വേരിയേഷനെയാണ് നമ്മൾ മാർക്കറ്റ് റിസ്ക് എന്നതുകൊണ്ട് പറയുന്നത്.
മെയിൻലി 3 ടൈപ്പ് ഓഫ് മാർക്കറ്റ് റിസ്ക് ഉണ്ട്. മാർക്കറ്റ് റിസ്കിൻ്റെ അഗെയിൻ ക്ലാസിഫിക്കേഷൻ പറയുന്നത് ഇക്വിറ്റി റിസ്ക്, ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്, കറൻസി റിസ്ക്. ഇത് 3 ഇക്വിറ്റി റിസ്ക് എന്ന് പറയുമ്പോൾ ഇക്വിറ്റി ഷെയർസിൻ്റെ പ്രൈസിൽ വരുന്ന ചേഞ്ചസ് അത് കാരണം ഉണ്ടാകുന്ന റിസ്കിനെയാണ് ഇക്വിറ്റി റിസ്ക് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് എപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കില്ല, എപ്പോഴും ഫിക്സഡ് ആയിരിക്കണം എന്നില്ല, അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ആ ഇൻട്രസ്റ്റ് റേറ്റിൽ വരുന്ന ചേഞ്ചസ് കാരണം നമുക്ക് നഷ്ടം എന്തെങ്കിലും വരികയാണെങ്കിൽ അതിനെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുകയാണ്, അവിടെ എന്തായിരിക്കും, നമുക്ക് കിട്ടുന്ന റിട്ടേണും കുറയുന്നു. ആ റിസ്കിനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് എന്ന് പറയുന്നത്. തേർഡ് വൺ കറൻസി റിസ്ക്. കറൻസി റിസ്ക് എന്ന് പറയുമ്പോൾ എക്സ്ചേഞ്ച് റേറ്റിൽ വരുന്ന മാറ്റം കൊണ്ടുണ്ടാകുന്ന നഷ്ടത്തിനെയാണ് കറൻസി റിസ്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളുടെ ഒരു ഫോറിൻ കറൻസി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളുടെ ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂവിൽ ചേഞ്ചസ് വരികയാണ്. അതായത് ആ ഒരു എക്സ്ചേഞ്ച് റേറ്റിൽ വേരിയേഷൻ വരുമ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നഷ്ടം വരികയാണെങ്കിൽ, പിന്നീട് നമ്മൾ ട്രാൻസാക്ഷൻ എന്തെങ്കിലും നടത്തുമ്പോൾ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് എന്തെങ്കിലും നടത്തുമ്പോൾ നമുക്കതിൽ എന്തെങ്കിലും നഷ്ടം വരികയാണെങ്കിൽ അതിനെ നമ്മൾ കറൻസി റിസ്ക് എന്ന് പറയുന്നു. അതായത് എക്സ്ചേഞ്ച് റേറ്റിലുള്ള വേരിയേഷനാണ് കറൻസി റിസ്കിന് കാരണം. ഇത്രയും മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ സിസ്റ്റമാറ്റിക് റിസ്കിൻ്റെ അണ്ടറിൽ വരുന്ന ഫസ്റ്റ് ഇത് നമ്മൾ മാർക്കറ്റ് റിസ്ക് പറഞ്ഞു കഴിഞ്ഞു. ഇനി സെക്കൻഡ് വൺ ആണ് പർച്ചേസിങ് പവർ റിസ്ക്. പർച്ചേസിങ് പവർ റിസ്കിനെ നമ്മൾ ഇൻഫ്ലേഷൻ റിസ്ക് എന്നും പറയുന്നുണ്ട്. കാരണം ഒരു ഇൻഫ്ലേഷൻ പീരീഡിലാണ് നമുക്ക് ഈ പർച്ചേസിങ് പവർ റിസ്ക് വരുന്നത്. അതായത് ഒരു ഇൻവെസ്റ്റർ ഒരു സെക്യൂരിറ്റി പർച്ചേസ് ചെയ്തു, അതായത് അയാൾ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ എന്താണ്, അയാൾക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ വാങ്ങിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ നഷ്ടപ്പെടും. അയാളുടെ ക്യാഷ് എല്ലാം അയാൾ എന്ത് ചെയ്തു, ഈ ഒരു സെക്യൂരിറ്റിയിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു. അയാളുടെ കൺസംഷൻ മാറ്റിവെച്ചുകൊണ്ട് എന്താണ്, ഒരു സെക്യൂരിറ്റി പർച്ചേസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ എക്കണോമിയിൽ ഇൻഫ്ലേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയൊക്കെ പ്രൈസ് കൂടും. നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാവുന്ന ഒരു സമയമായിരിക്കും അല്ലേ. അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ വരുന്ന സമയത്ത് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നുള്ള റിട്ടേണും കുറയുമെന്നാണ് പറയുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് കുറയും, നമുക്കവിടെ എന്താണ്, അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ അയാൾക്ക് എന്താണ്, ആവശ്യമുള്ള ഗുഡ്സ് ആൻഡ് സർവീസസും കൺസ്യൂം ചെയ്യാനായിട്ട് പറ്റില്ല, പ്രതീക്ഷിച്ച റിട്ടേണും ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും കിട്ടില്ല. അതിനെയാണ് നമ്മൾ പർച്ചേസിങ് പവർ റിസ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മളുടെ സെക്കൻഡ് ക്ലാസിഫിക്കേഷനാണ് അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് റിസ്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. നമുക്കത് എന്തായാലും കൺട്രോളബിൾ ആയിരിക്കും. അതായത് ഒരു കമ്പനി സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ചില ഫാക്ടേഴ്സ് എന്ത് ചെയ്യും, ആ കമ്പനിയുടെ സെക്യൂരിറ്റീസിൽ നിന്നുള്ള റിട്ടേണിനെ എഫക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. റിട്ടേൺ കിട്ടുന്നത് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ആ കമ്പനിക്ക് മാത്രമായിരിക്കും ആ ഒരു റിസ്ക് വരുന്നത്, ആ ഒരു ഇഷ്യൂ വരുന്നത് ആ ഒരു കമ്പനിക്ക് മാത്രമാണ്, മറ്റൊരു കമ്പനിക്ക് അത് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഒരു പെർട്ടിക്കുലർ കമ്പനി സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അവിടെ റിട്ടേൺ കുറയാനുള്ള അല്ലെങ്കിൽ റിട്ടേണിൽ വേരിയേഷൻസ് വരാനുള്ള ആ ഒരു ചാൻസ്, ഇതിനെ നമുക്ക് അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയാം. അതായത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത്, ആ കമ്പനീൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഓരോ ഫാക്ടേഴ്സ് കാരണമായിരിക്കും നമുക്ക് ഈ ഒരു അൺസിസ്റ്റമാറ്റിക് റിസ്ക് ഉണ്ടാവുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാനേജീരിയൽ ഇൻഎഫിഷ്യൻസി, ടെക്നോളജിക്കൽ ചേഞ്ച് ഇൻ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എന്തെങ്കിലും ടെക്നോളജിയിൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ഇൻഎഫിഷ്യൻസി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആവാം, കൺസ്യൂമേഴ്സിൻ്റെ പ്രിഫറൻസിൽ വന്ന ചേഞ്ച് ആവാം, ലേബേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും മിസ്റ്റേക്സ് ആവാം. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് നമ്മളുടെ കമ്പനിക്ക് ഒരു റിസ്ക് വരുന്നതിനെയാണ് അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത് ഓരോ കമ്പനിക്കും യുണീക്കാണ്. അതായത് ഒരു കമ്പനിക്ക് അതിൻ്റെ ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് എന്താണ്, ആ കമ്പനിക്ക് മാത്രം വരുന്നൊരു റിസ്ക്കാണ്, മറ്റൊരു കമ്പനിക്ക് അത് വരണമെന്നില്ല. മറിച്ച് നമ്മൾ സിസ്റ്റമാറ്റിക് റിസ്ക് പറയുമ്പോൾ എങ്ങനെയായിരുന്നു, എല്ലാ കമ്പനീസിനും എന്തായിരിക്കും ആ ഒരു റിസ്ക് വരും. ഇപ്പോൾ റിസഷൻ പീരീഡിലാണെങ്കിൽ അത് എല്ലാ കമ്പനീസിനെയും എഫക്റ്റ് ചെയ്യും. പക്ഷേ അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത് നമ്മളുടെ കമ്പനിയിലുള്ള എന്തെങ്കിലും ഫോൾട്ട് കാരണം നമ്മുടെ കമ്പനിക്ക് വരുന്ന ഒരു റിസ്ക്കാണ് അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നല്ല മാനേജ്മെൻറ്റിലൂടെ അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് കണ്ടുപിടിച്ച് റിസ്ക് അനാലിസിസ് ഒക്കെ നടത്തുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു റിസ്ക് കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇനി അൺസിസ്റ്റമാറ്റിക് റിസ്കിൻ്റെ അണ്ടറിൽ 2 ടൈപ്പ് ഓഫ് റിസ്ക് വരുന്നുണ്ട്, ബിസിനസ് റിസ്ക് ആൻഡ് ഫിനാൻഷ്യൽ റിസ്ക്. ഇനി അത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ബിസിനസ് റിസ്ക്. ഓരോ കമ്പനിയും വർക്ക് ചെയ്യുന്നത് എവിടെയായിരിക്കും, ഒരു പെർട്ടിക്കുലർ എൻവയോൺമെൻറ്റിലായിരിക്കും അല്ലേ. എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ 2 ടൈപ്സ് ഓഫ് എൻവയോൺമെൻ്റ് ആണ് ഉള്ളത്. ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റും ഉണ്ട്, എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റും ഉണ്ട്. ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ കമ്പനിക്ക് അകത്ത് വരുന്ന കമ്പനിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആ ഫാക്ടേഴ്സാണ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൽ വരുന്നത്. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഔട്ട്സൈഡ് ദി കമ്പനിയാണ്, കമ്പനിക്ക് പുറത്തുള്ള ഫാക്ടേഴ്സാണ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ വരുന്നത്. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് നമ്മളുടെ കമ്പനിയുടെ ഒരു ഓപ്പറേറ്റിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 എൻവയോൺമെൻറ്റിലും വരുന്ന ചേഞ്ചസ്, അതായത് നമ്മളുടെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഫാക്ടേഴ്സിൽ വരുന്ന എന്തെങ്കിലും ചേഞ്ചസ് കാരണം നമ്മളുടെ കമ്പനിയുടെ പ്രോഫിറ്റിനെയോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഡിവിഡൻഡിലൊക്കെ ചേഞ്ചസ് വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്.
ഓരോ കമ്പനിക്കും ഒരു എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് ഉണ്ടാകും, എക്സ്പെക്റ്റഡ് ഡിവിഡൻഡ് ഉണ്ടാവില്ല. ഇത്ര പ്രോഫിറ്റ് ഉണ്ടാക്കണം, ഇത്ര ഡിവിഡൻഡ് കൊടുക്കണം എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ എല്ലാ കമ്പനീസിനും ഉണ്ടാകും. ഇങ്ങനെ നമ്മളുടെ ഇൻറ്റേർണൽ എൻവിറോൺമെൻറ്റിലും എക്സ്റ്റേണൽ എൻവിറോൺമെൻറ്റിലും വരുന്ന എന്തെങ്കിലും ചേഞ്ചസ് കാരണം അല്ലെങ്കിൽ അവിടുത്തെ ഫാക്ടേഴ്സിൻ്റെ എഫക്റ്റ് കാരണം നമ്മളുടെ പ്രോഫിറ്റിലോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലോ അല്ലെങ്കിൽ നമ്മളുടെ എക്സ്പെക്റ്റഡ് ഡിവിഡൻഡിലൊക്കെ ചേഞ്ച് വരികയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ ഫിനാൻഷ്യൽ റിസ്ക്. ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ടായിരിക്കും, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ടായിരിക്കും, ഡെപ്റ്റ് ക്യാപിറ്റൽ ഉണ്ടായിരിക്കും. അതായത് ഡിബെഞ്ചേഴ്സും ലോൺസും ബോറോയിങ്സ് ഒക്കെ ഉണ്ടായിരിക്കും. ഇത് മൂന്നും ചേർന്നതാണ് നമ്മളുടെ ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഒരു കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ ആദ്യം തന്നെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനുള്ള ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യില്ല. അവർക്കൊരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് കൊടുക്കേണ്ടതായിട്ട് വരും. അതിനുശേഷം എന്ത് ചെയ്യണം? ഡെപ്റ്റ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അവർക്കുള്ള ഇൻട്രസ്റ്റ് കൊടുക്കണം. നമ്മൾ ഡിബെഞ്ചേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കണം. ബാക്കിയുള്ള പ്രോഫിറ്റാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് കൊടുക്കും. ഡെപ്റ്റ് ക്യാപിറ്റലിലും നമ്മൾ എന്താണ് ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കും. ഇങ്ങനെ നമ്മളൊരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിലൂടെ ശരിക്കും പ്രശ്നത്തിലാവുന്ന ആരാണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണല്ലേ. ഈ ഇൻട്രസ്റ്റും എല്ലാം കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളത് മാത്രമാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നത്. ഇപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ള അത്രയും എമൗണ്ട് നമ്മുടെ ബോറോഡ് ക്യാപിറ്റലിൻ്റെ അത്രയും എമൗണ്ട് നമുക്ക് പ്രോഫിറ്റ് ഇല്ല എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഒന്നും കൊടുക്കില്ല. നമ്മൾക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനുള്ള ഡിവിഡൻഡ് എന്തായാലും കൊടുക്കണം. അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? പിന്നെ ഇൻട്രസ്റ്റ് കൊടുക്കണം. ഡെപ്റ്റ് നമ്മൾ കടം എടുത്തിട്ടുള്ളതിനുള്ള ഇൻട്രസ്റ്റ് കൊടുക്കണമല്ലോ. അതും കഴിഞ്ഞിട്ടുള്ളത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഡെപ്റ്റിനുള്ള ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ള എമൗണ്ട് നമ്മളുടെ പ്രോഫിറ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അവിടെ എങ്ങനെയെങ്കിലും അവർക്ക് ഇൻട്രസ്റ്റ് കൊടുത്താലും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഒന്നും തന്നെ കിട്ടില്ല. കാരണം അവർക്ക് പ്രോഫിറ്റിൻ്റെ ഷെയർ ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതെന്തായാലും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഒരു റിസ്ക് തന്നെയാണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഓണേഴ്സ് അല്ലേ, കമ്പനി ഓണേഴ്സ് അല്ലേ. ആ കമ്പനി ഓണേഴ്സിന് വരുന്നൊരു റിസ്ക് ആണ് അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഡെപ്റ്റ് ക്യാപിറ്റൽ ഉള്ളത് കൊണ്ട് വരുന്നൊരു റിസ്ക് ആണ് ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളുടെ കമ്പനിയിൽ ഡിബെഞ്ചേഴ്സ് കൂടുതൽ എടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ എന്താണ്? നമ്മളുടെ അവിടെ ലയബിലിറ്റി കൂടുതലാണല്ലേ. ഡിബെഞ്ചേഴ്സ് കൂടുതലായി നമ്മൾ അതിനെന്താണ്? ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് കാരണം ഉണ്ടാവുന്നതാണ് ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സിസ്റ്റമാറ്റിക് റിസ്ക് പറഞ്ഞു, അൺസിസ്റ്റമാറ്റിക് റിസ്ക്കും പറഞ്ഞു. സിസ്റ്റമാറ്റിക് റിസ്കിൻ്റെ അണ്ടറിൽ മാർക്കറ്റ് റിസ്ക്കും പർച്ചേസിങ് പവർ റിസ്ക്കും വരുന്നുണ്ട്. അൺസിസ്റ്റമാറ്റിക് റിസ്കിൻ്റെ അണ്ടറിൽ ബിസിനസ് റിസ്ക്കും ഫിനാൻഷ്യൽ റിസ്ക്കും വരുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടാതെ കുറച്ച് അതർ ടൈപ്പ് ഓഫ് റിസ്ക് കൂടെ വരുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡീഫോൾട്ട് റിസ്ക് ആൻഡ് ലിക്വിഡിറ്റി റിസ്ക്. ഈ ഡീഫോൾട്ട് റിസ്കിനെ തന്നെ നമ്മൾ ക്രെഡിറ്റ് റിസ്ക് എന്നും പറയാറുണ്ട്. അതായത് ഡീഫോൾട്ട് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരാൾക്ക് കടം കൊടുത്തു, ലോൺ കൊടുത്തു, നമ്മുടെ കമ്പനിയിൽ നിന്നും ലോൺ പ്രൊവൈഡ് ചെയ്തു. അയാൾ അത് തിരിച്ചടയ്ക്കുന്നില്ല. അതിൻ്റെ ഇൻട്രസ്റ്റും അയാൾക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല, പ്രിൻസിപ്പൽ എമൗണ്ടും തിരിച്ചടയ്ക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ എന്താണ്? ആ ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് പേ ചെയ്യുന്നതിൽ അയാൾ ഡീഫോൾട്ട് വരുത്തിയില്ലേ, അടയ്ക്കാൻ അയാൾക്ക് പറ്റിയില്ല, തെറ്റിച്ചു. അപ്പോൾ ഇതിലൂടെ വരുന്ന റിസ്കിനെയാണ് നമ്മൾ ഡീഫോൾട്ട് റിസ്ക് എന്ന് പറയുന്നത്. കാരണം നമ്മൾ കൊടുത്ത ക്യാഷ് നമുക്ക് തിരിച്ച് കിട്ടാനുള്ള വഴിയില്ല. അതാണ് നമുക്ക് ഡീഫോൾട്ട് റിസ്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ക്രെഡിറ്റ് റിസ്ക് എന്നും പറയുന്നു. നമ്മൾ ക്രെഡിറ്റ് ആയിട്ട് കൊടുത്ത പൈസ നമുക്ക് തിരിച്ച് കിട്ടുന്നില്ലെങ്കിൽ അതെന്താണ്? നമുക്ക് റിസ്ക് തന്നെയാണല്ലേ. അപ്പോൾ അതിനെയാണ് ഡീഫോൾട്ട് റിസ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ലിക്വിഡിറ്റി റിസ്ക് ആണ്. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നമ്മുടെ അസറ്റോ അല്ലെങ്കിൽ സെക്യൂരിറ്റീസൊക്കെ ഈസി ആയിട്ട് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന ഇതിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഈസിലി കൺവേർട്ടബിൾ ടു ക്യാഷ്, അതിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ സ്റ്റോക്കോ അല്ലെങ്കിൽ അസറ്റിനെയോ നമുക്ക് ക്യാഷ് ആയിട്ട് മാറ്റാൻ അല്ലെങ്കിൽ സെല്ല് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥനെ ആണ് നമ്മൾ എന്ത് പറയുന്നത്? ലിക്വിഡിറ്റി റിസ്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളുടെ ക്രെഡിറ്റേഴ്സിൻ്റെ ലയബിലിറ്റി മീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരാൾ പൈസ തന്നിട്ടുണ്ട്, അപ്പോൾ അയാൾ തിരിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് എന്താണ്? തിരിച്ചു കൊടുക്കണം അല്ലേ. അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ അസറ്റോ സ്റ്റോക്കോ എന്തെങ്കിലുമൊക്കെ വിൽക്കാൻ ശ്രമിക്കും. അങ്ങനെ വിൽക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ അതിനെ ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ നമുക്ക് ലിക്വിഡിറ്റി റിസ്ക് എന്ന് പറയാം. സിംപ്ലി പറയുകയാണെങ്കിൽ നമ്മുടെ അസറ്റും സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ സ്റ്റോക്കും നമുക്ക് എന്താണ്? ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ സെല്ല് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അതാണ് നമ്മുടെ ലിക്വിഡിറ്റി റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മൊത്തം 3 ടൈപ്സ് ഓഫ് റിസ്ക് പറഞ്ഞു. സിസ്റ്റമാറ്റിക് റിസ്ക്, അൺസിസ്റ്റമാറ്റിക് റിസ്ക് ആൻഡ് അതർ ടൈപ്സ് ഓഫ് റിസ്ക്. ഇനി അടുത്തതായിട്ട് നമ്മളപ്പോൾ റിസ്ക്കും ടൈപ്സ് ഓഫ് റിസ്ക്കും കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ ശരിക്കും നമ്മളുടെ ചാപ്റ്ററിൻ്റെ പോയിന്റിലേക്ക് വരികയാണ്. ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക് ആൻഡ് അൺസർട്ടൈനിറ്റി ആണല്ലേ. അപ്പോൾ റിസ്ക്കും അൺസർട്ടൈനിറ്റിയും ഉള്ളവിടെ നമ്മൾ എങ്ങനെയാണ് ഡിസിഷൻസ് എടുക്കുന്നതെന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ 2 ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. റിസ്ക്കും അൺസർട്ടൈനിറ്റിയും ഉള്ള ഇവൻറ്റ്സിലാണെങ്കിൽ നമുക്ക് ഡിസിഷൻ എടുക്കണമെങ്കിൽ അതിനുവേണ്ടി 2 ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ജനറൽ ഓർ ട്രഡീഷണൽ മെത്തേഡ്, അല്ലെങ്കിൽ മോഡേൺ ഓർ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്. ഈ 2 മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നത്.
നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. ജനറൽ ഓർ ട്രഡീഷണൽ മെത്തേഡ്സ് എന്താണെന്ന് നോക്കാം. അതിൽ 3 മെത്തേഡ്സ് ആണ് വരുന്നത്. റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ്, സെർട്ടൈൻറ്റി ഇക്വിവാലൻറ്റ് മെത്തേഡ് ആൻഡ് ഒപ്റ്റിമിസ്റ്റിക്-പെസിമിസ്റ്റിക് എസ്റ്റിമേറ്റ്സ്. ഇത് 3 നമ്മളുടെ ട്രഡീഷണൽ മെത്തേഡ്സിൽ വരുന്നത്. ഇനി മോഡേൺ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ആണ്, അതിന് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് എന്നും പറയുന്നുണ്ട്. അതിൻ്റെ അണ്ടറിൽ 6 മെത്തേഡ്സ് വരുന്നുണ്ട്. ഒന്ന് സെൻസിറ്റിവിറ്റി അനാലിസിസ്, പ്രോബബിലിറ്റി അസൈൻമെൻറ്റ് മെത്തേഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മെത്തേഡ്, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ മെത്തേഡ്, സിമുലേഷൻ ടെക്നിക് ആൻഡ് ഡിസിഷൻ ട്രീ അനാലിസിസ്. ഈ 6 മെത്തേഡ്സ് ആണ് നമ്മുടെ മോഡേൺ ടെക്നിക്സ് എന്ന് പറയുന്നത്. റിസ്ക്കും അൺസർട്ടൈൻറ്റിയും ഉള്ളവിടെ നമ്മൾ ഡിസിഷൻസ് എടുക്കുമ്പോൾ ഈ മെത്തേഡ്സ് ഒക്കെ കൺസിഡർ ചെയ്യണം എന്നാണ് പറയുന്നത്. ഇതിൽ സെൻസിറ്റിവിറ്റി അനാലിസിസ്, ഡിസിഷൻ ട്രീ അനാലിസിസ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ മെത്തേഡ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം പ്രോബ്ലംസ് ആണ് വരുന്നത്. ഈ നമ്മൾ പറഞ്ഞ ട്രഡീഷണൽ മെത്തേഡ്സ് ആണെങ്കിലും മോഡേൺ മെത്തേഡ്സ് ആണെങ്കിലും ഇതിലൊക്കെ പ്രോബ്ലംസ് ആണ്, കാൽക്കുലേഷൻസ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ ഓരോ മെത്തേഡ്സിൻ്റെയും കാൽക്കുലേഷൻസ് പഠിക്കാം. അപ്പോൾ നമ്മുടെ ഫുൾ ചാപ്റ്റർ കഴിഞ്ഞു. 3rd ചാപ്റ്ററിൽ മൊത്തത്തിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനായിട്ടുള്ളത്. ഇനി നമുക്കിതിൽ ഓരോ മെത്തേഡ്സും ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ യൂസ്ഫുൾ ആവുന്ന കരുതാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതോടൊപ്പം വീഡിയോനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്